ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2024 ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യ ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ പേര് അശ്വിൻ എ. ആദ്യത്തെ പോയിന്റ് നോക്കാം. സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ഭരണഭാഷാ പുരസ്കാരങ്ങളിലെ 2024 മികച്ച ജില്ലയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പത്തനംതിട്ട ജില്ലയാണ്. ഏത് ജില്ലയാണ്? പത്തനംതിട്ട ജില്ലയാണ് മികച്ച ഭരണഭാഷാ ജില്ലയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. പത്തനംതിട്ട ജില്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം കേരളത്തിലെ ആദ്യത്തെ ബഷീർ മ്യൂസിയം, പഠിച്ചു വയ്ക്കുക, ബഷീർ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രത്തിലാണ്. എവിടെയാണ്? ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം, ചാത്തമംഗലം, കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം എന്ന സ്ഥലത്താണ് ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രത്തിൽ എന്താണ് വന്നത് ആദ്യത്തെ ബഷീർ മ്യൂസിയം. ആദ്യ ബഷീർ മ്യൂസിയം നിലവിൽ വന്നത് ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം. എവിടെയാണത്? കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്താണ്. മ്യൂസിയത്തിന്റെ പേര് മതിലുകൾ എന്നുള്ളതാണ്. മതിലുകൾ എന്നുള്ളതാണ് ആ മ്യൂസിയത്തിന്റെ പേര്. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത് കുറ്റിച്ചൽ ആണ്. കുറ്റിച്ചൽ ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം ഏതാണ്? കുറ്റിച്ചൽ. കേരളത്തിൽ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമാണ് എന്റെ ഭൂമി. അപ്പൊ എന്റെ ഭൂമി പഠിച്ചു വയ്ക്കുക. എന്റെ ഭൂമി എന്താണ്? ഒരു സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമാണ് എന്റെ ഭൂമി. അത് ആരൊക്കെ തമ്മിൽ നടത്തുന്നത്? കേരളത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റും രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമാണ് എന്റെ ഭൂമി. പഠിച്ചു വയ്ക്കുക, എന്റെ ഭൂമി. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം, പഠിച്ചു വയ്ക്കുക, സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായി വരുന്നു. എവിടെയാണ് വന്നത്? കണ്ണൂർ ജില്ലയിലാണ്. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേര് എന്തായിരുന്നു? ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി. ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചേക്കാം. എന്താണ്? 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേരാണ് ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി. വഖഫ് ഭേദഗതി ബിൽ 2024 ഏകപക്ഷീയമായി നിരാകരിച്ച നിയമസഭ ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. വഖഫ് ഭേദഗതി ബില്ല് 2024 ഏകപക്ഷീയമായിട്ട് നിരാകരിച്ച നിയമസഭ കേരളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ വികസനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് പ്രൊജക്ട് അനന്ത. രണ്ട് തരത്തിൽ ചോദിച്ചേക്കാം. ഈ ചോദ്യം അങ്ങനെ തന്നെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ പ്രൊജക്ട് അനന്ത എന്ന് പറയുന്നത് ഏത് അന്താരാഷ്ട്ര വിമാനവുമായി ബന്ധപ്പെട്ടതാണ്? തിരുവനന്തപുരം. അവിടെ എന്ത് വികസനവുമായി ബന്ധപ്പെട്ടതാണ്? ടെർമിനൽ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പുതിയ പദ്ധതിയാണ് പ്രൊജക്ട് അനന്ത. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ഫെസിലിറ്റി എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ഫെസിലിറ്റി ആരംഭിച്ച വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ഫെസിലിറ്റി ആരംഭിച്ച വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ഫെസിലിറ്റി ആരംഭിച്ച വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിച്ച കേരളത്തിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? എറണാകുളം ജില്ല. ഈ വരുന്ന പരീക്ഷകളിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം. ഓക്കെ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിച്ച കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം ജില്ല. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമാണിത്. ഡിജി കേരളം എന്നുള്ളത് എന്താണ്? ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി, അതൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പ്രത്യേകത എന്താ?
സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ് ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. അതിന്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ല ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിക്കുന്ന ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത്. ഡിജി കേരളം പദ്ധതിയിലൂടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലമാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നിയോജക മണ്ഡലം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ആദ്യം പൂർത്തിയാക്കിയ ജില്ല ഏതാ? എറണാകുളം. അതുകൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ല എന്തായി മാറിയത്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ജില്ലയായിട്ട് മാറിയത്. അത് കൈവരിച്ച ആദ്യ നഗരസഭ ഏതാണെന്ന് ചോദിച്ചാൽ അതും മൂവാറ്റുപുഴ നഗരസഭയാണ്. കുറച്ചു മുമ്പ് പറഞ്ഞ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ വരുന്ന മൂവാറ്റുപുഴ നഗരസഭയാണ് ഇത് കൈവരിച്ച ആദ്യ നഗരസഭ. ആദ്യ പഞ്ചായത്തോ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാ? ആയവന. എറണാകുളം ജില്ലയിലെ ആയവന പഞ്ചായത്ത്. എറണാകുളം ജില്ലയിലെ ആയവന പഞ്ചായത്താണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിച്ച ആദ്യ പഞ്ചായത്ത്. എന്നാൽ രണ്ടാമത്തെ ജില്ല ഏതാ? ആദ്യ ജില്ല നമ്മൾ പഠിച്ചു എറണാകുളമാണ്. രണ്ടാമത്തെ ജില്ല കോഴിക്കോട്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിച്ച ജില്ല എറണാകുളം. രണ്ടാമത്തെ ജില്ല ഏതാണ്? കോഴിക്കോട്. ആദ്യ നഗരസഭ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവാറ്റുപുഴ നഗരസഭ. ആദ്യ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ആയവന പഞ്ചായത്ത്, എറണാകുളം ജില്ല. ആദ്യ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം. തൃശ്ശൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണ കേന്ദ്രങ്ങളിൽ അടക്കം വിവിധ കേന്ദ്രങ്ങളിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ടോറെ ഡെൽ ഓറോ. എന്താണ്? ടോറെ ഡെൽ ഓറോ. സ്പെയിനിലുള്ള ചരിത്ര സ്മാരകമായ ഗോൾഡൻ ടവറിന്റെ പേരാണ് ടോറെ ഡെൽ ഓറോ. അത് വളരെ പ്രശസ്തമായിട്ട് പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ പ്രത്യേകിച്ച് ഒരുപാട് സ്വർണ്ണ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളിലും അതുപോലെ തന്നെ കടകളിലെല്ലാം ഇതുപോലെ GST റെയ്ഡ് നടത്തുകയും പല സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ എല്ലാം റിപ്പോർട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണ കേന്ദ്രങ്ങളിലടക്കം വിവിധ കേന്ദ്രങ്ങളിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ടോറെ ഡെൽ ഓറോ. ടോറെ ഡെൽ ഓറോ. ടോറെ ഡെൽ ഓറോ. അത് സ്പെയിനിലെ ചരിത്ര സ്മാരകമായിട്ടുള്ള ഗോൾഡൻ ടവറിന്റെ പേരാണ്. ഈ പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന 7ാമത് സംസ്ഥാനതല കായികമേളയാണ് കളിക്കളം 2024. ഇതാണ് കളിക്കളം കേട്ടോ. കളിക്കളം 2024 എവിടെ വെച്ചാ നടക്കുന്നത്? തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നു. എന്ത് നടക്കുന്നു? പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന കായികമേളയാണ് 7ാമത് സംസ്ഥാനതല കായികമേള കളിക്കളം 2024. എവിടെ വെച്ച് നടന്നു? തിരുവനന്തപുരം ജില്ലയിലെ. കേരളത്തിൽ തുടക്കമിട്ട മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ ഏതാണ്? മാലിന്യമുക്ത നവകേരളം 2.0. മാലിന്യമുക്ത ജനകീയ പുതിയ ക്യാമ്പയിന്റെ പേരാണ് മാലിന്യമുക്ത നവകേരളം 2.0. 6 മാസത്തെ കാലയളവിൽ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. 6 മാസത്തെ കാലയളവിനകത്ത് സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ പദ്ധതിയാണ് മാലിന്യമുക്ത നവകേരളം 2.0. 50 ആനകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ, കുട്ടിയാനകൾക്കുള്ള പ്രത്യേക പരിചരണ കേന്ദ്രം, ലോകത്തിലെ ആദ്യ ആന മ്യൂസിയം, പഠന ഗവേഷണ പരിശീലന കേന്ദ്രം എന്നിവ ഉൾക്കൊള്ളുന്ന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? അത് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലാണ്. തിരുവനന്തപുരത്തെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഒരു പുതിയൊരു പദ്ധതി ആരംഭിക്കുന്നു. എന്ത് പദ്ധതിയാണ്? 50 ആനകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പാർപ്പിക്കാനുള്ള സൗകര്യം, കുട്ടിയാനകൾക്കായിട്ടുള്ള പ്രത്യേക പരിചരണ കേന്ദ്രം, ലോകത്തിലെ ആദ്യത്തെ ആന മ്യൂസിയം, പഠന ഗവേഷണ പരിശീലന കേന്ദ്രം എന്നിവ ഉൾക്കൊള്ളിക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ചു. അത് എവിടെ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കാഴ്ച പരിമിതി ഉള്ളവർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ സാക്ഷരതാ മിഷൻ, കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറം
എന്നിവർ ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിലി. ദീപ്തി ബ്രെയിലി. ബ്രെയിലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാഴ്ച പരിമിതിയുള്ളവരുടെ ലിപിയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ദീപ്തി ബ്രെയിലി പഠിച്ചു നോക്കിയ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കാഴ്ച പരിമിതിയുള്ളവർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാനായിട്ട് ആരംഭിച്ചതാണ്. ആരെല്ലാം കൂടി ആരംഭിച്ചതാണ്? സാക്ഷരതാ മിഷനും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സ്, അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറം, ഇവരെല്ലാവരും കൂടി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ദീപ്തി ബ്രെയിലി. ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യമാണ് യുജീനിയ ഏലപ്പാറൻസിസ്. ഇതാണ് കേട്ടോ, യുജീനിയ ഏലപ്പാറൻസിസ്. യുജീനിയ ഏലപ്പാറൻസിസ്. ഒരു പേരയും, നമ്മുടെ പേരയും ചാമ്പയ്ക്ക് അറിയാലോ, ചാമ്പയും ഉൾപ്പെടുന്ന മിർട്ടേസിയ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ഒരു ഇനം സസ്യം കേട്ടോ. അപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിച്ച സസ്യമാണ്, ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിൽ നിന്നും കണ്ടെത്തി. അതുകൊണ്ട് അതിന്റെ പേരെന്താ? യുജീനിയ ഏലപ്പാറൻസിസ് കേട്ടോ, ഏലപ്പാറൻസിസ്. ഓക്കെ. അടുത്തത്, സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കായി കേരള മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് സിറ്റിസൺ സെന്റിനൽ മൊബൈൽ ആപ്ലിക്കേഷൻ. എന്താണ്? സിറ്റിസൺ സെന്റിനൽ മൊബൈൽ ആപ്ലിക്കേഷൻ. സിറ്റിസൺ സെന്റിനൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആര് പുറത്തിറക്കി? MVD അല്ലെ, കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയതാണ്. എന്തിനു വേണ്ടിയിട്ടാ? സേഫ്റ്റി റോഡ് കൺവെയൻസിന് വേണ്ടിയിട്ട് അല്ലെ, സുരക്ഷിതമായിട്ടുള്ള റോഡ് യാത്രയ്ക്കായിട്ട് കേരള മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് സിറ്റിസൺ സെന്റിനൽ മൊബൈൽ ആപ്ലിക്കേഷൻ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ഇ മോചൻ. ഇ മോചൻ. ഇ മോചൻ. ഇമോജി അല്ല, ഈ മോചൻ കേട്ടോ, ഈ മോചൻ. ഈ മോചനാണ് കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ഈ മോചൻ. സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ഏതാണ്? ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ചത് മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയൻകീഴിലുള്ള മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ എന്തായിട്ട് പ്രഖ്യാപിച്ചു? കേരളത്തിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ ആശുപത്രികളിലും ക്രോണിക് കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് സൗകര്യം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയാണ്. ഹരിയാന എന്ത് ചെയ്തു? ക്രോണിക് കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് സൗകര്യം എല്ലാ സർക്കാർ ആശുപത്രികളിലും ഒരുക്കി. ഏതാണ് സംസ്ഥാനം? ഹരിയാന. രാജ്യത്തെ പുതിയ സെൻസസ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന വർഷം 2025 നമുക്കറിയാം 2011 അവസാനത്തെ സെൻസസ് നടന്നത്. എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടക്കേണ്ടതാണ്. 2021 നടക്കേണ്ട സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. ഇനി നടക്കാൻ പോകുന്നത് 2025 എന്ത് ചെയ്യുന്നു? രാജ്യത്തെ പുതിയ സെൻസസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു. 70 വയസ്സും അതിനു മുകളിൽ പ്രായവുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാരുടെയും ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിടുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ABPMJ. എന്താ ABPMJ? എ എന്ന് പറഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് AB, PM പ്രധാനമന്ത്രി, ജൻ ആരോഗ്യ യോജന JAY. അപ്പോ ABPMJAY ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ യോജന. എന്താ പ്രത്യേകത? 70 വയസ്സും അതിനു മുകളിൽ പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാരുടെയും ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഏത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇതിന്റെ കീഴിൽ തെരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് നൽകുന്ന കാർഡിന്റെ പേരാണ് ആയുഷ്മാൻ വയ വന്ദന കാർഡ്. എന്താണ് ആയുഷ്മാൻ വയ വന്ദന കാർഡ്? ഏത് പദ്ധതിയുടെ കീഴിൽ വരുന്നവർക്ക് കൊടുക്കുന്നതാ? അത് നമുക്ക് പറയാം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ABPMJAY എന്ന പദ്ധതിയുടെ കീഴിൽ കൊടുക്കുന്ന കാർഡ് ആണ് ഏത്? ആയുഷ്മാൻ വയവന്ദന കാർഡ്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരമുള്ള വായ്പാ പരിധി എത്രയായിട്ടാണ് ഉയർത്തിയത് എന്ന് ചോദിക്കാം. 20 ലക്ഷമായിട്ട് ഉയർത്തി. ചോദിക്കാം, പ്രധാനമന്ത്രി മുദ്രാ യോജന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ലോൺ പരിധി, വായ്പാ പരിധി ഉയർത്തിയിട്ടുണ്ട്. എത്രയായിട്ട് ഉയർത്തി? 20 ലക്ഷം. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുത്ത ആരാണ്? നമ്മുടെ ചുള്ളൻ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ. പുതിയതായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവികൾ ലഭിച്ചിട്ടുണ്ട് അല്ലെ. പുതിയതായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള ഭാഷകളാണ് ഏതെല്ലാം? മറാത്തി, പാലി, പ്രാകൃത്,
ബംഗാളി, അസമീസ്. 5 ഭാഷകൾക്ക് കിട്ടി. ഏതൊക്കെയാ പഠിച്ചു വെക്കുക. മുമ്പ് 6 ഭാഷകൾക്ക് ഓൾറെഡി 6 ഭാഷകള് നമുക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം 5 എണ്ണം കൂടി കിട്ടി. ഇപ്പൊ 11 എണ്ണമായി. ഏതൊക്കെയാണ്? മറാത്തി പഠിച്ചു വെക്കുക. മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. ഇത് എപ്പോഴും PSC ഇഷ്ടമുള്ള ചോദ്യമാണ്, ക്ലാസിക്കൽ ഭാഷാ പദവികള്. ഓക്കെ, അപ്പൊ ക്ലാസിക്കൽ ഭാഷാ പദവി മറ്റു ഭാഷകൾക്ക് കിട്ടിയപ്പോഴെല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പണ്ട് കിട്ടിയിട്ടുള്ളതാണെങ്കിൽ പോലും പിന്നീടും അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. സോ പഠിച്ചു വെക്കുക. മറാത്തി, ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾക്കിടയിലുള്ള 2024 ഒക്ടോബർ മാസത്തിൽ ക്ലാസിക്കൽ പദവികൾ ലഭിച്ച ഭാഷകൾ താഴെ പറയുന്ന ഏതെല്ലാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ 10, 15, 18 അല്ലെങ്കിൽ പല ഓർഡറുകളിൽ പല രീതിയിലൊക്കെ കൊടുത്തിട്ട് അതൊന്നും സെലക്ട് ചെയ്യാൻ പറയും. അപ്പൊ നമ്മള് ABC എന്നിവ 1, 2, 3 എന്നിവ 2, 3, 4 എന്നിവ എന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. പഠിച്ചു വെക്കുക. മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. ബംഗാളി, അസമീസ്. ഓക്കെ, ഇതോടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം എത്രയായി? 11 ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലെ. തദ്ദേശീയ പശുക്കൾക്ക് രാജ്യമാതാ ഗോമാതാ പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര സംസ്ഥാനത്ത് രാജ്യമാതാ ഗോമാതാ പദവി നൽകുന്നു. ആർക്ക് കൊടുക്കുന്നു? തദ്ദേശീയമായ പശുക്കൾക്ക് രാജ്യമാതാ ഗോമാതാ പദവി കൊടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം ഏതാണ്? NIOT ആണ്. NIOT ഏതാ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ആണ് സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം. സിയാച്ചിൻ സന്ദർശിച്ച എത്രാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്? ദ്രൗപദി മുർമു. 3ാമത്തെ രാഷ്ട്രപതിയാണ്. ഇതിനു മുമ്പത്തെ രാംനാഥ് കോവിന്ദും അതിനു മുമ്പുണ്ടായിരുന്ന APJ അബ്ദുൽ കലാം. ഓക്കെ, APJ അബ്ദുൽ കലാമും രാംനാഥ് കോവിന്ദും മുമ്പ് സന്ദർശിച്ചിട്ടുണ്ട്. PSC മുമ്പ് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് എടുത്തു ചോദിച്ചിട്ടുണ്ട്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി, ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. പിന്നീട് രാംനാഥ് കോവിന്ദും, 3ാമതായി ഇപ്പോൾ ദ്രൗപദി മുർമുവും സിയാച്ചിൻ സന്ദർശിച്ച രാഷ്ട്രപതിയായി മാറി കേട്ടോ. അടുത്തത്, പൂനെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താണ്? പഠിച്ചു വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. പേരുമാറ്റങ്ങൾ വരുന്നു. ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് എയർപോർട്ട്. ആരാണ്? ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് എയർപോർട്ട്. ഏത് എയർപോർട്ടാണ്? അത് പൂനെ അന്താരാഷ്ട്ര എയർപോർട്ടാണ്. അടുത്തതായിട്ട് 5ാമത്തെ ദേശീയ വാട്ടർ അവാർഡ്. ദേശീയ വാട്ടർ അവാർഡ് കേട്ടോ, ജല അവാർഡ്. 5ാമത്തെ നാഷണൽ വാട്ടർ അവാർഡ് 2023. അത് പ്രഖ്യാപിച്ച 2024 അതിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് കേരളത്തിലെ ഒരു പഞ്ചായത്താണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്ത്. ഏതാണ്? പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. എന്ത് കിട്ടി? 5ാമത് ദേശീയ ജല അവാർഡ് 2023 ലഭിച്ച മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. പഠിച്ചു വയ്ക്കുക. ഇന്ത്യയിൽ ആദ്യമായി UPI ATM സംവിധാനം ആരംഭിച്ച പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ്. UPI പേയ്മെന്റുകൾ നിങ്ങൾക്കറിയാം അല്ലെ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കാം അല്ലെ. അത്തരത്തിലെ UPI ATM സംവിധാനം അവതരിപ്പിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. ബീഹാറിൽ വെച്ച് ജൻ സൂരജ് എന്ന പുതിയ പാർട്ടി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് പ്രശാന്ത് കിഷോർ. പ്രശാന്ത് കിഷോർ. എന്താ പ്രശാന്ത് കിഷോറിന്റെ പ്രത്യേകത? അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോർ ആരംഭിച്ച പുതിയ പാർട്ടിയാണ് ഏത്? സുരാജ്, ജൻ സുരാജ് കേട്ടോ. ജൻ സുരാജ് എന്നുള്ള പാർട്ടി. ജൻ സുരാജ് ആരാണ്? പ്രശാന്ത് കിഷോർ ആരംഭിച്ച പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി മേജർ അറ്റ്മോസ്ഫിയറിക് ചെർനോവ് എക്സ്പെരിമെന്റ്. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ഏതാണ്? ഏറ്റവും വലിയ ദൂരദർശിനി ഇന്ത്യയിലാണ്, അതുകൊണ്ടാണ് എടുത്തു പഠിച്ചു വെക്കുക. മേജർ അറ്റ്മോസ്ഫിയറിക് ചെർനോവ് എക്സ്പെരിമെന്റ് ഏതാണ്? മേജർ അറ്റ്മോസ്ഫിയറിക് ചെർനോവ് എക്സ്പെരിമെന്റ് ഒബ്സർവേറ്ററി. മെയ്സ് കേട്ടോ, മെയ്സ് ആണ് ഈ ലോകത്തിലെ തന്നെ, ഏഷ്യയിലെ തന്നെ, ലോകത്തിലല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദൂരദർശിനി മേജർ അറ്റ്മോസ്ഫിയറിക് ചെർനോവ് എക്സ്പെരിമെന്റ് ഒബ്സർവേറ്ററി. എവിടെയാണത്? ലഡാക്കിലെ
ഹാൻലെയിലാണ്. ഹാൻലെ എന്ന സ്ഥലത്താണ്, ലഡാക്കിലെ ഹാൻലെയിലാണ് ഈ മെയ്സ് ഒബ്സർവേറ്ററി സ്ഥാപിച്ചിട്ടുള്ളത്. 4300 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എത്ര മീറ്റർ ഉയരത്തിലാണ്? 4300 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഇത്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഇത് തദ്ദേശീയമായി നിർമ്മിച്ച ഒരു ഒബ്സർവേറ്ററി ആണ് മെയ്സ് ഒബ്സർവേറ്ററി. ലോകത്തിലെ ഹയസ്റ്റ് ഇമേജിംഗ് ചെരങ്കോവ് ഒബ്സർവേറ്ററി ആണ് ഇത്. ഏതാണ്? ഹയസ്റ്റ് ഇമേജിംഗ് ചെരങ്കോവ് ഒബ്സർവേറ്ററി ആണ്. ലോകത്തിലെ തന്നെ ഹയസ്റ്റ് ഇമേജിംഗ് ചെരങ്കോവ് ഒബ്സർവേറ്ററി ആണിത് മെയ്സ് ഒബ്സർവേറ്ററി. മെയ്സ് ഒബ്സർവേറ്ററി മറ്റൊരു പ്രത്യേകത, ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയാണ് മെയ്സ് ഒബ്സർവേറ്ററി. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലെ ഹാൻലെയിലാണ്. ഇതിന്റെ ഉയരം 4300 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആരാണ് ഇത് തദ്ദേശീയമായി നിർമ്മിച്ചത്? ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ്. റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് എത്രയായി തുടരാനാണ് തീരുമാനിച്ചത്? RBI തീരുമാനിച്ചത് 6.5% തുടരാനായിട്ടാണ് RBI ഒക്ടോബർ മാസത്തിൽ 2024 ഒക്ടോബർ മാസത്തിൽ തീരുമാനിച്ചത്. ഇന്ത്യയുടെ UPI സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് മാലദ്വീപ്. ഇന്ത്യയുടെ UPI സംവിധാനം അതുപോലെ തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് മാലദ്വീപ്. ഇന്ത്യൻ റെയിൽവേ റിസർവേഷനുകളുടെ കാലാവധി 120 ദിവസത്തിൽ നിന്നും എത്ര ദിവസമായിട്ടാണ് കുറച്ചത്? നിങ്ങൾക്ക് ട്രെയിൻ യാത്രികർക്ക് അറിയാൻ പറ്റും. എത്രയാണ്? 60 ദിവസമായിട്ട് കേട്ടോ. 120 ദിവസം മുമ്പ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത് ഇപ്പോൾ 60 ദിവസം മുമ്പ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2 മാസം കേട്ടോ. 4 മാസം എന്നുള്ളത് 2 മാസമാക്കിയിട്ട് കുറച്ചു. യാത്ര ചെയ്യുന്ന ദിവസത്തിന് മുൻപുള്ള 60 ദിവസങ്ങളിൽ മാത്രമേ ഇനി ടിക്കറ്റ് റിസർവ് ചെയ്യാൻ സാധിക്കൂ. 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജുലാന മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഇന്ത്യൻ കായിക താരം ആരാണ്? നിങ്ങൾക്കറിയാം, പാരീസ് ഒളിമ്പിക്സിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തി വിനേഷ് ഫോഗട്ട് ആണ്. ആരാണ്? വിനേഷ് ഫോഗട്ട് ആണ്. വിനേഷ് ഫോഗട്ട് എന്ത് ചെയ്യുന്നു? 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജുലാന മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. തിരിച്ചു ചോദിച്ചേക്കാം, വിനേഷ് ഫോഗട്ട് മത്സരിച്ച് വിജയിച്ച മണ്ഡലം ഏതാണ്? ജുലാന മണ്ഡലമാണ്. ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പില? ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഡിജിറ്റൽ പണം ഇടപാട് സംവിധാനമായ UPI ലൈറ്റ് വാലറ്റിൽ സൂക്ഷിക്കാവുന്ന ലിമിറ്റ് എത്ര? 5000 രൂപ. ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI ലൈറ്റ് വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പണത്തിന്റെ ലിമിറ്റ് എത്രയാണ്? 5000 രൂപയാണ്. മാക്സിമം ട്രാൻസാക്ഷൻ ലിമിറ്റ് അതിലെ 1000 രൂപയാണ്. മാക്സിമം ട്രാൻസാക്ഷൻ ലിമിറ്റ് 1000 രൂപയാണ്. ഭാവിയിൽ അതെല്ലാം മാറിയേക്കാം കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് എവിടെയാണ് ആരംഭിച്ചത്? മുംബൈയിലാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റി. എന്താണ്? രത്തൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അതിന് മുമ്പ് മുംബൈയിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയിലാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റി. 5ാമത് നാഷണൽ വാട്ടർ അവാർഡ്സിൽ കുറച്ചു മുമ്പ് പറഞ്ഞു അല്ലെ, അവിടെ മികച്ച സംസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് ഒഡീഷയാണ്. മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുത്തത് ഒഡീഷയാണ്. ഇന്ത്യൻ AI ചുവടുവെപ്പിന്റെ ഭാഗമായ ഭാരത് ജൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ AI ചുവടുവെപ്പിന്റെ ഭാഗമായി ഭാരത് ജൻ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? ന്യൂഡൽഹിയിലാണ്. 2024 ഒക്ടോബർ മാസം ഉദ്ഘാടനം ചെയ്ത എയർപോർട്ടുകളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതെല്ലാം പുതിയ എയർപോർട്ടുകളാണ് വന്നത്? മധ്യപ്രദേശിലെ റേവ എയർപോർട്ട്. അപ്പോൾ ചോദിച്ചേക്കാം, റേവ എയർപോർട്ട് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശ്. അംബികാപൂർ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ 2 പഠിച്ചു. ഒന്ന് മധ്യപ്രദേശ് റേവ എന്ന് പറയുന്ന എയർപോർട്ട്. അടുത്ത അതിന് തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ ഛത്തീസ്ഗഡിൽ അംബികാപൂർ എന്ന് പറയുന്ന എയർപോർട്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഉത്തർപ്രദേശിൽ സഹാറൻപൂർ എയർപോർട്ട്. ഏതാണ്? സഹാറൻപൂർ എയർപോർട്ട്. അപ്പൊ 3 എയർപോർട്ടുകൾ പഠിച്ചു വെക്കുക. ഒന്ന് റേവ എയർപോർട്ട് എവിടെയാണ്? മധ്യപ്രദേശിൽ. അടുത്തത് അംബികാപൂർ എയർപോർട്ട് ഛത്തീസ്ഗഡിൽ. 3ാമത്തെ സഹാറൻപൂർ എയർപോർട്ട് ഉത്തർപ്രദേശ്. ബീഹാറിലെ 2ാമത്തെ കടുവാ സങ്കേതമാണ് കായ്മൂർ കടുവാ സങ്കേതം. പഠിച്ചു വെക്കുക. കായ്മൂർ കടുവാ സങ്കേതം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചേക്കാം. ബീഹാറാണ്. ബീഹാറിലെ 2ാമത്തെ കടുവാ സങ്കേതമാണ് കായ്മൂർ കടുവാ സങ്കേതം. ദളിത് കമ്മ്യൂണിറ്റിയിലെ പട്ടികജാതി വിഭാഗത്തെ ഉപഭാഗങ്ങളായി തിരിച്ച ആദ്യ സംസ്ഥാനമാണ്
ഹരിയാന. ഏതാണ്? ദളിത് കമ്മ്യൂണിറ്റിയിലെ പട്ടികജാതി വിഭാഗത്തെ ഉപഭാഗങ്ങളായി തിരിച്ച ആദ്യ സംസ്ഥാനം ഹരിയാന. ജാതി സർവേക്ക് തുടക്കം കുറിച്ച മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന. മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ്. മുമ്പ് ബീഹാറിലും ആന്ധ്രാപ്രദേശിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബീഹാർ, ആന്ധ്രാപ്രദേശിലും കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് ജാതി സർവേ ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ഇത്രയുമാണ് നമ്മൾ 2024 ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സിലെ ആദ്യ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഇത് റിവൈസ് ചെയ്യുക. ഇത് ഇവിടം വരെ അവസാനം വരെ പറഞ്ഞ കാര്യങ്ങൾ സ്പീഡിലൊന്ന് കേട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനകത്ത് കൃത്യമായിട്ട് നിൽക്കും. യാതൊരു സംശയവും വേണ്ട. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇനി വരുന്ന പരീക്ഷകളിൽ ഇതെല്ലാം ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്